കുടുംബത്തിന് വൈകുന്നേരങ്ങൾ ചിലവഴിക്കാൻ പത്തനംതിട്ട നഗരമധ്യത്തിൽ സുബല പാർക്കിന്റെ പുനർനിർമ്മാണം പൂർത്തിയാകുന്നു. പട്ടികജാതി വികസന വകുപ്പിന്റെ അധീനതയിലുള്ള സ്ഥലത്ത് അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നിർമ്മാണം പൂർത്തീകരിക്കുന്നതെന്ന് വാർഡ് കൗൺസിലർ അനിൽ പറഞ്ഞു. നമ്മളോടിപ്പം ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ അവസാന ഘട്ടത്തിലെത്തിയിരിക്കുന്നു. ഇനി അതിന്റെ അടുത്ത ഘട്ടം എന്താണെന്ന് അറിയാൻ വേണ്ടി വാർഡ് കൗൺസിൽ കൂടിയായ അനിൽ നമ്മളോടൊപ്പം ചേരുന്നു. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ഒരു പദ്ധതിയാണ് സുബല പാർക്ക് എന്ന് പറയുന്നത്. അത് ശരിക്കും പട്ടികജാതി പട്ടികവർഗ വികസനത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അന്ന് അവിടെ തയ്യൽ പരിശീലന കേന്ദ്രം ഉണ്ടായിരുന്നു. പിന്നീട് അവിടെ ഒരു വർക്ക് നടക്കാതെ ഇരിക്കും. കുറെ പ്രശ്നങ്ങൾക്ക് ശേഷം ഇപ്പം ഈ കഴിഞ്ഞ ഭരണസമിതി 75 ലക്ഷം രൂപ അമൃത് പദ്ധതിയിൽ നിന്നും ഉൾപ്പെടുത്തി ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം, ഇതിന്റെ പണി പൂർത്തീകരിക്കണം എന്നുള്ള ധാരണയിൽ തന്നെയാണ് അത് ചെയ്തത്. അത് തന്നെ എറണാകുളത്തുള്ള ഒരു കോൺട്രാക്ടർ വർക്ക് എടുക്കുകയും ഇപ്പം പണി പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് ഇനിയും ബാക്കി കുറച്ച് ഫണ്ട് കൂടി ഉണ്ട്. അതായത് ആ മൊത്തം സൈഡ് വാൾ കെട്ടിക്കഴിഞ്ഞിട്ടുള്ള ബാക്കി ഫണ്ട് ഉപയോഗിച്ച് അതിന് ചുറ്റും ഒരു ഫെൻസിങ് കെട്ടണം. അതോടൊപ്പം ആളുകൾക്ക് നടക്കാനായിട്ട് അവിടെ ശരിയാക്കി ഇന്റർലോക്ക് ഇടണം. ആ ഒരു പണികളിലൂടെ ഉണ്ട്. അതിന്റെ എസ്റ്റിമേറ്റ് ബാക്കി എമൗണ്ടുകൾ ME ഒന്ന് വന്ന് അളന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം തന്നെ അവർക്ക് ഇനി ഒരു 15 ദിവസം കൂടി ഉണ്ടെങ്കിൽ അവരവരുടെ 75 ലക്ഷം രൂപയുടെ ഫണ്ട് പണി പൂർത്തീകരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ MLA 75 ലക്ഷം രൂപ നമുക്ക് അനുവദിച്ചിട്ടുണ്ട്. ആ 75 ലക്ഷം രൂപ വെച്ചിട്ട് ചിറ്റാർ ഉള്ള ഒരു കോൺട്രാക്ടറാണ് വർക്ക് എടുത്തിരിക്കുന്നത്. പുള്ളി വർക്ക് ആരംഭിച്ചു, ഇപ്പം നിന്നയിക്കുകയാണ്. തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ആ പണിയും പൂർത്തീകരിക്കും. അതിന് സൈഡ് വാൾ കെട്ടി മൊത്തത്തിൽ പൂർത്തീകരിക്കാനാണ് ഇപ്പം പദ്ധതി ഉണ്ടാക്കിയിട്ടുള്ളത്. നിലവിൽ അവിടെ ഒരു ഇത് സ്റ്റേജ് ഒക്കെ ഉണ്ടല്ലോ, ഒരു ഓഡിറ്റോറിയം ഒക്കെ, അതിന്റെ ആ സ്റ്റേജ് ഒന്നും കൂടി പുനരുദ്ധാരണം ചെയ്യേണ്ടതായിട്ടുണ്ട്. കുറെ ഭാഗങ്ങളെല്ലാം നശിച്ച് ജനലെല്ലാം പോയി. അതുപോലെ തന്നെ അവിടെ തയ്യൽ പരിശീലന കേന്ദ്രത്തിന്റെ ഒരു പഴയ കെട്ടിടം ഉണ്ടായിരുന്നു, അത് റൂഫ് ചെയ്യും. അതോടൊപ്പം തന്നെ അതിന്റെ മെയിൻ്റെനൻസും ചെയ്യാനാണ് ഇപ്പൊ ഉദ്ദേശിക്കുന്നത്. ഈ അവിടുത്തെ ഈ കുളങ്ങളും മറ്റുമൊക്കെ പൂർത്തീകരിച്ച് വരുമ്പോഴേ എങ്ങനെയാണ് അവിടെ ആൾക്കാർക്ക് അത് പ്രയോജനം ചെയ്യുന്നത്? വൈകുന്നേരം കുളം പൂർത്തീകരിച്ച് അത് മുഴുവൻ കഴിഞ്ഞാൽ ബോട്ടിംഗ് നടത്തണം എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനുള്ള പദ്ധതികളാണ് തുടർന്ന് നമ്മൾ ചെയ്യേണ്ടതും. അതിനുള്ള ഫണ്ട് ഇനിയും നമ്മൾ പുതിയതായി കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. നിലവിലപ്പോ ആരോഗ്യവകുപ്പ് മന്ത്രി അത് സ്ഥല നിലവിലെ MLA കൂടിയായ വീണ ജോർജിന്റെ ശ്രമഫലമായിട്ടാണല്ലോ അടുത്ത 75 ലക്ഷം രൂപ കിട്ടി. അത് എന്തൊക്കെയാണ്, ഏതൊക്കെ തരത്തിലാണ്? അത് ഇപ്പം അതിന്റെ ഇപ്പുറത്തെ സൈഡില് സൈഡ് വാൾ കെട്ടുക, പിന്നെ പഴയ ബിൽഡിങ്ങിനെ മെയിൻറ്റെയിൻ ചെയ്ത് അതിന്റെ മണ്ടയ്ക്ക് റൂഫ് ചെയ്യുക, അതുപോലെ ഇപ്പൊ നിലവിലുള്ള ഓഡിറ്റോറിയം മെയിൻറ്റെയിൻ ചെയ്യുക, ഇതൊക്കെയാണ് അതിനകത്തിൽ വരുന്നത്. മുൻകാലങ്ങളിൽ സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമാണെന്നുള്ളൊരു അഭിപ്രായമൊക്കെ ഈ സ്ഥലത്തിനൊക്കെ ഉണ്ടായിരുന്നു. അതിനെല്ലാം ഒരു മാറ്റമാണല്ലോ ഇപ്പോൾ വരാൻ പോകുന്നത്. അതെ, തീർച്ചയായിട്ടും അത് തന്നെയാണ്. ഇനിയിപ്പോ വലിയ ഗേറ്റ് ഒക്കെ പണിഞ്ഞ് അത് പൂട്ടിയിട്ട് കഴിഞ്ഞാൽ ഒരു സെക്യൂരിറ്റിയെ കൂടെ നിയമിച്ചു കഴിഞ്ഞാൽ ഇനി സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം അതിനകത്തിൽ ഉണ്ടാവത്തില്ല എന്നാണ് വിശ്വാസം. കുടിവെള്ള പദ്ധതി ബാക്കി, പിന്നെ ഇവിടെ ഒരു ടൂറിസം പദ്ധതിയൊക്കെ ആ കാലഘട്ടത്തിലൊക്കെ നഗരസഭ ചെയർമാന്റെ അമൃത് കുടിവെള്ള പദ്ധതിയിൽ നമുക്ക് വഞ്ചിപ്പൊയ്കയിൽ ഒരു ടൂറിസം തരാം എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഈ സുബല പാർക്കിലെ ഫണ്ട് കൂടെ ആയപ്പോഴത്തേക്ക് അതിന്റെ ഏകദേശം പൂർത്തിയായത് കാരണം ഇപ്പൊ MB ഫണ്ടില് നമുക്ക് 23.5 ലക്ഷം രൂപ, അതായത് രാജ്യസഭ MP ജോൺ ബ്രിട്ടാസിന്റെ 23.5 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. അതിന്റെ എസ്റ്റിമേറ്റ് ഒക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് ഒരു പാസ് വെച്ച് അങ്ങനെയൊക്കെ നടത്തി കഴിഞ്ഞാലേ നഗരസഭയ്ക്ക് ഒരു വരുമാന മാർഗം ആകും. പക്ഷെ ഇപ്പം നമുക്ക് തുടക്കത്തിൽ അതൊന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാ പണിയും പൂർത്തീകരിച്ച് അത് ആയിക്കഴിഞ്ഞാൽ നമുക്ക് പാസ് വെച്ചിട്ടോ അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കുന്ന കാര്യം. നടപ്പാതയ്ക്കൊന്നും ഇപ്പൊ നമുക്ക് പാസ് വെക്കാൻ പറ്റില്ല. ബോട്ടിംഗ് ഒക്കെ വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും ചാർജ് ഈടാക്കിയിട്ടായിരിക്കാം ചെയ്യുന്നത്. അന്നത്തെ ആ സമയത്ത് നഗരസഭ ചെയർമാൻ അഡ്വക്കേറ്റ് T സക്കീർ ഹുസൈൻ പറഞ്ഞിരുന്നു ഒരു കഫറ്റേരിയ ഉണ്ടാക്കാം, കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് ഒരു കഫറ്റേരിയ ഉണ്ടാക്കാം. അതാകുമ്പോ ഒരാൾക്ക് ജോലിയാവും. അങ്ങനെയൊക്കെ നോക്കുന്നുണ്ട്. അത് ഇപ്പൊ ഈ പണിയൊന്ന് പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് അതൊക്കെ ആലോചിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ എത്ര സമയത്തിനുള്ളിൽ ഇതൊരു ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ പറ്റും? അമൃത് പദ്ധതിയുടേത് ഒരു 15 ദിവസത്തിനകം അവരവരുടെ പണി പൂർത്തീകരിച്ചു പോകും. മറ്റേ പുതിയ കോൺട്രാക്ടർ അവന്റെ പണി ഏകദേശം ഒരു 1.5 മാസം എടുക്കും. പക്ഷെങ്കിൽ മഴ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അതിന് മുമ്പ് തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം പുള്ളിയെ കണ്ട് പറഞ്ഞിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് പണി തീർത്തു തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് സംസ്ഥാനത്തിന്റെ ഏത് വകുപ്പിന്റെ കീഴിലാണ് ഇത് വരുന്നത്? നമ്മുടെ പട്ടികജാതി പട്ടികവർഗ വികസനത്തിന്റെ ഇലന്തൂർ ബ്ലോക്കാണ്. ബ്ലോക്ക് പത്തനംതിട്ട വികസന ഇതുണ്ട്, പട്ടികജാതി വികസന ഗ്രൂപ്പാണ് ഇതിന്റെ എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത്.
അവരാണ് അതിന്റെ എല്ലാം കസ്റ്റോഡിയൻ. നമ്മൾ കുറേ നൂലാമാലകൾക്ക് ശേഷമാണ്, ഭേദഗതികളൊക്കെ വരുത്തിയതിനു ശേഷമാണ് അമൃത് പദ്ധതി പോലും നമുക്ക് ഇതിനകത്തിൽ ഉപയോഗിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ദീർഘകാലമായിട്ടുള്ള ഒരു സ്വപ്നമാണ് നഗരസഭയുടെ ഈ സുബല പാർക്ക് യാഥാർത്ഥ്യമാകുന്നത്. തീർച്ചയായിട്ടും കുറെ നാളത്തെ പ്രവർത്തനങ്ങൾക്ക് ശേഷം, അതായത് കുറെ ശാപം കിട്ടിയ സ്ഥലം എന്ന് വരെ പറഞ്ഞ് ആക്ഷേപിച്ചെടുത്തു നിന്നാണ് നമ്മൾ ഈ പുതിയ രീതിയിലേക്ക് മാറി വന്നിട്ടുള്ളത്. നഗരത്തിലെത്തുന്ന എല്ലാ കുടുംബാംഗങ്ങൾക്കും അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ സമയം ചെലവഴിക്കുന്നവർക്കും ഒക്കെ ഇരിക്കാവുന്ന തരത്തിൽ അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുന്നത്. കേരള വിഷൻ ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പ്രദീപ് അങ്ങാടിക്കൊപ്പം പ്രസാദ് MJ, പത്തനംതിട്ട.